ബൂ ബൂ. ചാമ്പേമ കുറെ പൂട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കണേ. സപ്പോർട്ട ഏറ്റവും ബാക്കിൽ നിൽക്കണേ. സപ്പോർട്ട ഇന്ദിരേച്ചിയുടെ മതിലിൻ്റെ അടുത്ത് നിൽക്കണേ. അത് രൂപിക്കുക. അതിനപ്പുറത്തേക്ക് നിന്നിട്ട് തന്നെ അറിയോ? ആണോ? ഇതോ എന്ത് മരം? ഇത് ഈ വലുതായിട്ട് നിൽക്കണ മരം. അമ്മ എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ, മുട്ട ഇടുന്നുണ്ടല്ലോ. ചേട്ടൻ്റെ ഒരു ചോദിച്ചറിയാം. അമ്മ ചെറിയ പൂട്ടുണ്ടല്ലോ. ആ പോൾസർ നിൽക്കണോട് തന്നെ. ആ ഇതെന്നൊരു സാധനം. ഇത് മാവ്. ഈ മാവിൻ്റെ ഇലയ്ക്ക് കളറിന് വ്യത്യാസം ഉണ്ടല്ലോ. ഇത് റംബൂട്ടാനാ? ഇത് മുട്ടപ്പഴമാണോ? അറിയില്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. എന്ത് സാധനം? അതാ. ഓ ആ നിൽക്കുന്നത് അത് മാതള നാരങ്ങ അല്ലേ? അവിടെ തറവാട്ടിലുണ്ടായി നിൽക്കുന്നുണ്ട് മാതള നാരങ്ങ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ നട്ടിട്ടുണ്ടല്ലോ. ഓ അത് വഴുതനങ്ങ പഴുത്തിക്കുന്നുണ്ട്. ഇത് എന്ത് പൂണ്ടാണ് അറിയോ? ഇത് ചെമ്പരത്തി ആട്ടെ. എന്ത് കളറാണാവോ? പിന്നെ ഇതെന്തൊരു സാധനം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്? അതെന്തൊക്കെയാന്ന് ചേട്ടനോട് ചോദിച്ചാൽ അറിയാം. എന്നിട്ട് നമുക്ക് എന്നറിയാം. കുറേ പുതിയ സാധനങ്ങളുണ്ട്. വെള്ളച്ചാമ്പയെന്ന് തോന്നുന്നു. കുറേ പൂട്ടുണ്ട് അവിടെ. അവർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ജൂണിൽ വരുമ്പോഴേക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പെട്ടെന്ന് ഉണ്ടാവും തോന്നുന്നു. ഓ അരിനെല്ലിക്ക ഉണ്ടല്ലോ. നെല്ലിക്ക ഉണ്ടായ ഇത് നന്നായിട്ട് വലുതായിട്ടുണ്ടല്ലോ അല്ലേ? ഇത് ചെറിയ തയ്യണം വാങ്ങിച്ചു വെച്ചത്. ചെറുതായിരിക്കുമല്ലോ വാങ്ങിച്ചു വെച്ചതല്ലേ? 2 വർഷം കൊണ്ട് എന്ത് വലുതായല്ലേ ഇത്? അരിനെല്ലിക്ക പെട്ടെന്ന് വലുതാവുന്നതാണ്. ഇത് ചാമ്പയല്ല. ഇത് മറ്റേ സാധനം. പോൾസാന് ഇഷ്ടമുള്ള സാധനമല്ലേ? ആ വയലറ്റ് കളറുള്ളത്. ആ ഞാവല്. ഇത് ഞാവലാന്ന് തോന്നുന്നു. അത് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ 3 ആവണല്ലേ ഉള്ളൂ. നമ്മൾ വീട് മാറ്റം കഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ 3 ഇത് നാരകെന്ന് പറഞ്ഞാൽ ഇതുമേ എന്തോ സാധനം ഉണ്ടായി നിൽക്കുന്നുണ്ട്. നോക്കിക്കേ പോസട്ടാ. ഇതുമൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. ഈ അരിനെല്ലിക്കയുടെ അപ്പുറത്ത് കായ ഉണ്ടായി നിൽക്കണം. നോക്കിക്കേ. ഇതുമ്മ കായ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിതാ പച്ച കളറ്. അതും ഒരു തൊപ്പ്. ഇതെന്താ സാധനമാണാവോ? ഇതുമ്മ എന്തോ ഒരു തൊപ്പി കാണുന്നുണ്ട്. 2ആയിട്ട് ഇങ്ങനെ അടർന്ന് നിൽക്കുന്നുണ്ട്. എന്തോ ഒരു കായ ഉണ്ടായിട്ടുണ്ട്. കണ്ട നിൽക്കണണ്ട. എന്നൊരു സാധനം എനിക്ക് അറിഞ്ഞോടാ. അതിൻ്റെ മുകളിൽ ഇത് കുറച്ചുകൂടി വലുതായി നിൽക്കുന്നുണ്ട്. ഇത് ചേട്ടനടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. ചേട്ടനല്ലേ വാങ്ങിച്ചു വെച്ച് നോക്കി. ആ മുള്ളാത്ത എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമല്ല. ഏത് ഞാവല? ആ ഞാവല എനിക്കും ഇഷ്ടമാണ്. റോട്ടിലെന്തോ പ്രസംഗം പറയുന്നതാണ് ഇന്ന്. പക്ഷേ ആരും പുറത്തിറങ്ങാൻ പാടില്ലല്ലോ. ഇത് ആരാണ്ട് പള്ളിയിൽ നിന്നാണോ? ആരാണ്ട് വർത്താനം പറയുന്നതാണെന്ന് തോന്നുന്നു. അതാ
കരിക്കുണ്ടെന്ന്. കരിക്ക് അവിടെ മൂക്കാത്തതുണ്ട്. അവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കൊല. പക്ഷെ എനിക്ക് അത്ര മൂത്തിട്ടില്ല എന്നോണം. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് കരിക്ക്. അപ്പോൾ ഇവിടെ ഇതാ കരിക്കുണ്ട്, പിന്നെ സപ്പോട്ടയുണ്ട്, പിന്നെ അതാ മുള്ളാത്തിയുണ്ട്, പിന്നെ അരിനെല്ലിക്കയുണ്ട്, പിന്നെ എന്ത് സാധനം പിന്നെ ഞാവൽ. ഇത് ഞാവലാണ്. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ വീട് മാറ്റം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും വാങ്ങിച്ച് വെച്ചതാട്ടോ. അപ്പോൾ 2 വർഷം കൊണ്ടാണ് ഇതെല്ലാവരും വലുതായിരിക്കണേ കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു മാവുണ്ട്, പിന്നെ ഇവിടെ ചാമ്പയുണ്ട്, കുറേ സാധനങ്ങൾ നട്ടിട്ടുണ്ട്. കുറേ സാധനങ്ങളുടെ ബാക്കിലേക്ക് വീഴാൻ കുറേ സാധനങ്ങളുടെ പേരൊന്നും എനിക്ക് കണ്ടിട്ട് മനസ്സിലാവണില്ല. ഇതൊക്കെ ഇവിടെ തറവാട്ടിൽ പോൾസാൻ്റെ ചേട്ടനാണ് താമസിക്കണേ. ഇതെല്ലാവരും ചേട്ടൻ വാങ്ങിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിവിടെ ഉണ്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാവരും ഇത്രയും ഭംഗിയിൽ നിൽക്കണത്. അല്ലെങ്കിൽ ഞങ്ങളിവിടെ നാട്ടിലില്ലല്ലോ. അപ്പോൾ നമ്മൾ നട്ടിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ പിടിക്കില്ലല്ലോ. ഇത് എല്ലാ ദിവസവും നനച്ചേക്ക് കൊടുക്കും. അതുകൊണ്ട് അത് ഇത്രയ്ക്ക് നന്നായിട്ട് വലുതായി വന്നിരിക്കുന്നത്. കുറേ പഴങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതെല്ലാ പഴങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെയും പേരുകൾ എനിക്ക് കണ്ടിട്ടാണ് മനസ്സിലാവണില്ല. എനിക്ക് സാധാരണ ചാമ്പയ്ക്ക, ലൂപിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അതിവിടെ പേരയ്ക്കുണ്ട്. പേരയ്ക്ക് 3 തരം പേരയ്ക്കുണ്ട്. ഇത് ചുമന്ന പേരയ്ക്ക കേട്ടോ. ഇതുമേന്ന് ഒരെണ്ണം പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചുമന്ന പേരയ്ക്ക. ഈ പേരയ്ക്ക പോലെ തന്നെ ഇത് മൂക്കാറായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മൂക്കും. ഇതേപോലെ ഒരെണ്ണം നമ്മളൊരു 3-4 ദിവസം കഴിഞ്ഞ് മറ്റേ കിലോ പേരയ്ക്ക എന്ന് പറയുന്ന പേരയ്ക്ക കേട്ടോ. കിലോ പേരയ്ക്കല്ലേ? കിലോ പേരയ്ക്ക എന്ന് പറയുന്ന പേരയ്ക്കാണ്. പിന്നെ അതേ ഇവിടെ ചക്കയുണ്ട്. ഇത് ആയൂറിൻ്റെ ചക്ക കേട്ടോ. വേറൊരു ചക്ക ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോയി. അതുമ്പോൾ കുറേ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് പോയി അത്. പിന്നെ നാരകം ഒരു 2 തരത്തിലുള്ള നാരകമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു എല്ലാ ഫ്രൂട്ട്സുകളും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണമെന്ന്. പിന്നെ അതേ ഇവിടെ വേറൊരു മാവുണ്ട്. ഈ നാരങ്ങ നല്ല ടേസ്റ്റാന്ന് പറയണത്. ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഇത് അച്ചാറിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കഴിക്കാം അത്രേ. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്പ്പ് വരും അത്രേ. അപ്പോൾ ഇപ്പോൾ ഉപ്പും മുളകും തിരുമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കഴിക്കാം അത്രേ. ഇത് നാരകം. പിന്നെ ഇവിടെ വേറെ ഏതാണ്ട് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു പേരയുണ്ട്. പിന്നെ നമ്മുടെ കരിക്കിടണ തെങ്ങുണ്ട്. പക്ഷേ മൂത്ത് പോയിട്ടോ. പിന്നെ ഇനിയുള്ളത് ചെറുതാണ് വരുന്നത്. അലീനയ്ക്ക് വന്നപ്പോൾ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മൂത്തേക്കായിരുന്നു. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു കായക്കൊല വീണ് കിടക്കുന്നുണ്ട്. ഈ നാരങ്ങ നോക്കിക്ക് ഞാൻ നേരത്തെ കാണിച്ച നാരങ്ങ കേട്ടോ. അത് കുറച്ച് വലുതായിട്ടുണ്ട്. അത് നമുക്ക് കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ അതേ കവുങ്ങ് നട്ടിട്ടുണ്ട്. അത് അധികം പൊക്കം പോയില്ല എന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് പൊക്കം പോവുള്ളൂ എന്ന് പറഞ്ഞേ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ കിണർ ബാക്കിലും ഒരു കിണറുണ്ട്. അതൊന്നും മാത്രമേ തന്നെ ഭംഗിയൊന്നാക്കിയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിലല്ലേ നമ്മളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മളിങ്ങനെ താമസിക്കാത്തതുകൊണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. വേറെ അതൊക്കെ പറയുന്നുണ്ട്. വന്നാണെങ്കിൽ ഉച്ച വരെ നിൽക്കുള്ളൂ. പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ പോയിട്ട് എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടല്ലേ ക്ലീൻ. സോപ്പിട്ട് കഴിക്കും. അല്ല മീൻ്റെ മണം എടുക്കുമല്ലോ. എണ്ണയിട്ടല്ലേ? കൊണ്ടുപോയിട്ടില്ല. ഇതാണ് പോൾസേണ്ണും പിന്നെ പോൾസേണ്ണൻ്റെ ചേട്ടനും കേട്ടോ. അത് ഞങ്ങളവിടെ നിന്ന് സോളാറിൻ്റെ ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തോ ഒരെണ്ണം കത്തണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കുന്നത് അവർ. അവിടെ ഞങ്ങൾ ചുറ്റോറം പിടിപ്പിച്ചിട്ടുണ്ട് ആ സോളാറിൻ്റെ ലൈറ്റ്. എന്നിട്ട് പേര് പറഞ്ഞ ചേട്ടൻ? സന്തോള.
ഇതന്നെ ഓ അതും ഉണ്ടല്ലോ എൻ്റെ പോയിട്ട്. ആ മറ്റത്തില്ല. ഇപ്പൊ ചെമ്പരത്തി അല്ലേ കുറച്ചൊരു ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടിരിക്കണേ. മറ്റേതാ ആപ്പിൾ ചെറിയ ഏതാ മംഗോസ്റ്റിൻ? ആ ഇത് മംഗോസ്റ്റിൻ. അമ്മ ഉണ്ടായിണ്ടാ? അയ്യോ അവകാടോ ആണോ? ആ ഓക്കെ. അവക്കാട വയ്ക്കാം. അത് പൊട്ടിക്കോ. ഏതാ വെട്ടണേ? ആ അതുമ്പോ ഒരു കായ ഉണ്ടായിണ്ടോ ഒരു പച്ച കളറില്. ആ കൊറേ ഉണ്ടായിണ്ടോ? ഉള്ളിൽ നോക്ക്. ഉള്ളിലുണ്ട്, മുകളിൽ കുറച്ച് വലുതായിട്ടുണ്ട്. ആ അതെന്നൊരു സാധനം അത്? ഓ അത് മുള്ളാത്തയാ? ആ അതിൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിലുണ്ടായിട്ടുണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ അത്. കുറേ പേരായി അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. അമ്മ ചിരിച്ചേ. ഇതാണ് ഞങ്ങളുടെ അമ്മ. അമ്മ വീട്ടിലെടുക്കുന്ന സാരിയാണ്, അതാണ് അമ്മയ്ക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരിയൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. വേണ്ട ഈ സാരി കുഴപ്പമില്ല അമ്മ. അപ്പം ഇനി പോകാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഞാൻ എന്താ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു മുറിയിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാവരും താഴെ ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാവരും പെട്ടിയിൽ ഒതുക്കി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. സാധാരണ പിള്ളേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് എപ്പോഴും പെട്ടി ഒതുക്കാറ്. ഇത് ഒതുക്കണ സമയം ഇരുന്നപ്പോൾ അവരെ ഓർക്കായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് അവരോട് ഒതുക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒതുക്കി വെച്ച് തന്നേനെ. പിന്നെ പിള്ളേർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിൽക്കാനും അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ല. അങ്ങോട്ടേക്ക് പോകാൻ തന്നെയാണ് ഇഷ്ടം. ഇനി എത്രയും വേഗം അവിടെ ചെന്നാൽ മതി. അങ്ങനെ എൻ്റെ ഡ്രസ്സ് ഒതുക്കലൊക്കെ ഏതാണ്ട് ഒരു ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കില്ലേ, ഗോതമ്പും പിന്നെ തേങ്ങ നന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും പിന്നെ വലിയ ജീരകവും ആവശ്യത്തിന് പൊടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചിട്ട് എന്നറിയാം നമ്മൾ ഇലയിൽ പരത്തിയിട്ട് ദോശക്കല്ലിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കില്ലേ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ പാനിൽ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വൈകിട്ടത്തേക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചെമ്മീനൊന്ന് വറുത്തെടുത്തു. പിന്നെ മുരിങ്ങയിലയും തേങ്ങയും കൂടിയിട്ട് നമ്മൾ തോരനുണ്ടാക്കില്ലേ, ആ തോരനുണ്ടാക്കി. പിന്നെ കുറച്ച് ചാറുകറി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുളിങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കട്ടെ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇഡ്ഡലി പാത്രമില്ല, അല്ലെങ്കിൽ ഞാൻ ആവിയിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതേപോലെ കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്.
ഇത് ഞാൻ പാൻ ചൂടാക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കൈമേക്ക് ചൂട് വരണില്ല. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ടേ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കാം. ഇത് നമ്മൾ ഇലയിൽ വെച്ചിട്ട് ദോശക്കല്ലിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ദോശക്കല്ലൊന്നുമില്ല, ഞാൻ ഇതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി തീ ഓണാക്കട്ടെ. അപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ആട്ടിച്ച വെളിച്ചെണ്ണയായിട്ട്. ഓക്കെ, പിന്നെ ഞങ്ങളുടെ വൈകിട്ടത്തേക്കുള്ള 4 മണി ചായ റെഡി ആയിട്ടുണ്ട്.